സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാതായിട്ട് ഒരു മാസം പിന്നിട്ട് കേട്ടു. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹിയിൽ നിന്നൊരു വിവരം വരുന്നു. അധ്യക്ഷനെ കണ്ടെത്താനുള്ള അഭിമുഖം ഹൈക്കമാൻഡ് ഒഴിവാക്കിയേക്കും. ബിനു ചുള്ളിയലിനെ അധ്യക്ഷനായി പരിഗണിക്കാനാണ് സാധ്യതയേറുന്നത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നോബൽ, യൂത്ത് കോൺഗ്രസിന് സംസ്ഥാനത്ത് അധ്യക്ഷനില്ലാതായി മാറിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിൽ അഭിമുഖം നടത്തി തെരഞ്ഞെടുക്കുമെന്നൊരു വാർത്ത വന്നിരുന്നു. ബിനു ചുള്ളിയൽ, അഭിജിത്ത്, അതേപോലെ ഈ അബിൻ വർക്കി, ജനീഷ്, ഇവരുടെയൊക്കെ പേരുകൾ കേട്ടിരുന്നു. ഇപ്പോൾ ആർക്കാണ് നറുക്ക് വീഴാൻ പോകുന്നത്? എന്താണ് കൂടുതൽ സാധ്യതയേറുന്നത് ഡൽഹിയിൽ? നമുക്ക് ഇന്നുവരെ കിട്ടിയ വിവരം അനുസരിച്ച് നോബൽ. അരുൺ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ എത്രയും വേഗം പ്രഖ്യാപിക്കണം എന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം ആവശ്യം. KPCC ആവശ്യം ഹൈക്കമാൻഡോട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എത്രയും വേഗം, അതായത് 2 ദിവസത്തിലുള്ള ഒരു പക്ഷേ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഇന്റർവ്യൂ അടക്കമുള്ള പ്രൊസീജിയറിലേക്ക് പോകേണ്ടതില്ല. അതിനു പകരം ഒറ്റ പേരിലേക്ക് എത്തി പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായുള്ളത് 2 പേരുകളാണ്. ഒന്ന് നിലവിലത്തെ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിൽ, മറ്റൊന്ന് OJ ജനീഷ് എന്നീ 2 പേരുകളാണ് സജീവമായി തന്നെ പരിഗണനയിൽ ഉള്ളത്. KM അഭിജിത്തിന്റെയും അബിൻ വർക്കി കൊടിയാറ്റിന്റെ പേരും പരിഗണനയിൽ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും OJ ജനീഷോ അല്ലെങ്കിൽ ബിനു ചുള്ളിലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഇന്റർവ്യൂ അടക്കമുള്ള പ്രൊസീജിയറുകൾ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇനിയിപ്പോൾ അതിനുള്ള സമയവുമില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. എത്രയും വേഗം ഒരു അധ്യക്ഷനെ പ്രഖ്യാപിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യം സജീവമായി തന്നെ ഉന്നയിക്കുന്ന നിലയിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി കേരളത്തിൽ പൂർത്തീകരിച്ച് ഒറ്റ പേരിലേക്കോ അല്ലെങ്കിൽ 2 പേരുകളോ ഹൈക്കമാൻഡിന് കൈമാറി ഇവിടെ നിന്ന് ഒറ്റ പേര് പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബിനു ചുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും OJ ജനീഷിന്റെ പേര് സജീവമായി തന്നെ പരിഗണനയിലേക്കുണ്ട്. സാമുദായിക സമവാക്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ അവസാന പ്രഖ്യാപനം വരിക എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ 1.5 മാസമായി ഒഴിഞ്ഞിടക്കുകയാണ് ആ പദവി. അത് ഇന്നോ നാളെയോ അതിപ്പോൾ നികത്തും. അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഓക്കെ നോബൽ, ബിനു ചുള്ളിയിൽ KC വേണുഗോപാലുമായി അടുത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അബിൻ വർക്കി ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ അഭിജിത്തിന്റെ പേരും ആദ്യഘട്ടത്തിൽ സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. ജനീഷിന്റെ പേരും കേൾക്കുന്നുണ്ട്. അതേപോലെ അഖിലിന്റെ പേരും ഒക്കെ പരിഗണിച്ചിരുന്നു. ഒരുപിടി നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിൽ, കരുത്തുറ്റ നേതാക്കളുണ്ട്. ഇവരാര് വന്നാലും യൂത്ത് കോൺഗ്രസിനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, അബിൻ വർക്കി പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ഷംല സൈനുദ്ദീൻ. ഐ ഗ്രൂപ്പിന്റെ ഭാഗമാണോ? യൂത്തിന് അധ്യക്ഷനില്ലാത്തത് കൊണ്ട് ആകെ മൊത്തം പ്രശ്നമാണ്, ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷേ അധ്യക്ഷൻ വേണമല്ലോ, നാഥനില്ലാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? പുതുമുഖങ്ങളെ വെച്ചാൽ ജനങ്ങൾക്ക് പിന്തുണയുണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്നു. ബഷീർ പറയുന്നു, അബിൻ വർക്കിയുടെ വർക്ക് എങ്ങനെയുണ്ട്, അത് പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണല്ലോ, അവർ തീരുമാനിക്കട്ടെ. എന്തായാലും ഒരുപിടി നേതാക്കളുണ്ട്. അതിൽ അബിൻ വർക്കി ആണെങ്കിലും ബിനു ചുള്ളിയിലാണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും അഖിലാണെങ്കിലും ജനീഷ് ആണെങ്കിലും ഒക്കെ, ഇനി സ്നേഹ വന്നാലും ഒക്കെ നല്ല കാര്യമാണ്. ഇവരാരെങ്കിലും ഒക്കെ യുവ നേതാക്കൾ വരട്ടെ.